ഓക്കെ. അതുപോലെ തന്നെ OTTയുടെ എൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ചിങ് ആണ് എന്ന് പറഞ്ഞ ഉടനെ എന്തായാലും വന്നിരിക്കുന്നു. ഞാനില്ലാതെ എന്താ ആഘോഷം. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ കാര്യത്തിൽ. പറഞ്ഞു. എനിക്കൊന്നല്ല നില ആദ്യമായിട്ടാണ് ബോളിൽ അല്ലാത്തൊരു ഷൂട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്തല്ലേ? അതെ 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 അതെ. അപ്പൊ ആ ഒരു റീൽസിന്റെ ഒരു പരിചയമാണ്. നില ആദ്യമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് നമുക്ക് റീൽ ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്റർവ്യൂല് വെച്ചു. ഇന്റർവ്യൂല് വെച്ചു കേരള മതിയുടെ. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു ഒന്നല്ല 2-3 റീൽസ് ചെയ്തല്ലേ? ഒരു ദിവസം ഷൂട്ട് വെച്ചു റീൽസ് ചെയ്തു. അങ്ങനത്തെ ഒരു പരിചയമാണ്. അപ്പൊ ഇപ്പം പെട്ടെന്നാണ് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ OTT ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പുതിയൊരു സിനിമ സീരീസ് റിലീസ് ആവുകയാണ്. സിനിമ പോലല്ലേ? എന്തോ സിനിമ ചെയ്യുന്ന പോലെ ചെയ്തെന്നാ പറഞ്ഞ അത്രയും വലിയ യൂണിറ്റ് ഒക്കെ ഇട്ടിട്ടല്ലേ അങ്ങനെ ചെയ്യുന്ന ചേട്ടാ. അതിന്ന് ലോഞ്ചാണ്. ഐശ്വര്യമായിട്ടൊന്ന് തുടങ്ങി തരണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾ മുന്നിൽ ഇവിടെ ഇരിക്കുന്നത്. പെട്ടെന്ന് വിളിച്ചു, പെട്ടെന്ന് വന്ന്. NMX സീരീസ് എന്നാണ് OTT പ്ലാറ്റ്ഫോമിൻ്റെ നെയിം. എല്ലാവരും നോട്ട് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരിലോട്ടും എത്തിക്കുക. ഇന്ന് ട്രെയിലർ ഇവിടെ മുകേഷ് അണ്ണൻ ജോയിൻ ചെയ്യും, കാണുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എന്താ സീരീസുകൾ സ്വന്തം ഇല്ല 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 ഇല്ല. ഇപ്പൊ ഇതിന്റെ പേരെന്താണ്? പുതിയ സീരീസിന്റെ ഒരുപാട് കഥകൾ, ഒരുപാട് ലോല കോട്ടേജ്, പിന്നെ പാൽക്കാരൻ പയ്യൻ, 16 തികയാത്ത പാൽക്കാരൻ, മറ്റേ സെന്റ് തെരേസാസ് കോളേജിൽ പാല് കൊടുത്തിട്ടുള്ളത്, അതുമായിട്ട് ഇത് വിലയിരുത്തണ്ട. അത് ആദ്യം യാതൊരു ബന്ധമില്ല. എനിക്ക് അല്ലാതെ ഒരുപാട് അവസരം. അലൻസിയർ വന്ന് അഭിനയിച്ചില്ലേ? അപ്പൊ മുകേഷ് ഏട്ടനെ പറ്റിയ ക്യാരക്ടർ എനിക്ക് പുള്ളിയും ചെയ്യും. തീർച്ചയായിട്ടും. അലൻസിയർ സാർ അഭിനയിച്ചിട്ടുണ്ടല്ലേ? എന്ത് വേഷമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്? പുള്ളി ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ പോലെ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന് അദ്ദേഹത്തിന് തൊഴിലായിട്ട് കാണുന്നു, ജോലിയാണല്ലോ. അത് ലോല കോട്ടേജ്. അപ്പൊ ഫസ്റ്റ് റിലീസ് ആകാൻ പോകുന്നത് ഏതായിരിക്കും? എല്ലാം കൂടെ ഒരുമിച്ചാണല്ലേ? എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ അവൈലബിൾ ആണ്. NMX സീരീസിന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും കിട്ടും. നമ്മളിവിടെ ലിങ്ക് കൊടുക്കാം. എൻ്റെ ഇൻസ്റ്റാ, എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ് ലിങ്ക്. ഇത് എത്ര ദിവസം എടുത്തത് ചെയ്യാനായിട്ട്? ഒത്തിരി ദിവസം എടുത്തിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് അങ്ങനെ ഭയങ്കര സ്പീഡാക്കിയിട്ടോ അല്ലെങ്കിൽ ഹറിബറിയാക്കിയിട്ടോ ഒന്നും ചെയ്തല്ല. മുകേഷ് ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ക്രൂവിനെ വെച്ചു എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ വിഷ്വലി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഇനി ഇവർ കാണട്ടെ, വിലയിരുത്തിയിട്ട് അവരെ അഭിപ്രായങ്ങൾ പറയട്ടെ. ഒരു ഡയറക്ടറായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ ക്രൂ നമ്മളെ കൂടെ നിന്നുകൊണ്ട് ഹാപ്പി ആയിട്ട്. സിനിമാറ്റോഗ്രാഫി അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ മാത്രം മുന്നേ ബാക്കി എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. ഞാൻ വന്നു, ഞാൻ ലോഞ്ച് ചെയ്യുന്നു, കൂടെ സപ്പോർട്ടിന് മുകേഷ് ഏട്ടനുണ്ട്. ഫുൾ സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് പുള്ളിക്കാരി ഒരു പുതിയ സംരംഭമായിട്ട് വരുമ്പോൾ നമ്മൾ നല്ല സുഹൃത്തുക്കൾ. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു റീൽസ് ചെയ്യാനായിട്ട് അങ്ങനെ തുടങ്ങിയ നില തന്നെ സ്വന്തമായിട്ട് പറയാം. നില ചെയ്തതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷൂട്ടാണ്, ബോൾഡ് അല്ലാത്തൊരു ഷൂട്ടാണ്. ഞാനും എൻ്റെ പ്രൊഫൈലുമായിട്ട് ഇപ്പോഴും കൊളാബ് ചെയ്തിരിക്കുന്ന ഇത്രയും നാളായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. എനിക്കത് എന്താ പറയാ, വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ് നില നമ്പ്യാർ. എന്തായാലും നിള എന്ന ബോൾഡ് മോഡലായി എനിക്ക് വേറെ ഒരു ബിസിനസ് ആപ്റ്റല്ല എന്ന് തോന്നുന്നു. അപ്പോൾ 18+ സോഫ്റ്റ് ഫോൺ വീഡിയോസ് എടുക്കാം, സീരീസുകൾ ഇറക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. അതിപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വിജയിപ്പിക്കൽ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. ഇല്ല, നമ്മൾ തന്നെ പ്രൊഡക്ഷനും
ഡയറക്ഷനും നമ്മൾ തന്നെ മീൻസ് സ്ക്രിപ്റ്റ് കേട്ട് നോക്കും. പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഓക്കെ ആണെങ്കിൽ കൊടുക്കും. പല ഡയറക്ടേഴ്സിൻ്റെ വിഷ്വല് വേറെ പല രീതിയിലുള്ളതാവും. നല്ലതാണെങ്കിൽ അതെ 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 തീർച്ചയായിട്ടും നല്ലതാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ വിട്ടുകളയും. ഇതിനുശേഷം ഒരു ബിഗ് കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറയുന്നത്. ഇന്നാണ് എന്നോട് പറയുന്നത്, ചേട്ടാ ഞാൻ ഒരു വലിയ സിനിമ ചെയ്യുന്നുണ്ട്, സിനിമയിലേക്ക് മാറുകയാണെന്നുള്ള എന്തൊക്കെയോ ഡിസ്കഷനൊക്കെ ആയി തോന്നി. അത് ഒരു സൈഡിൽ നടക്കുന്നു. ഒരുപാട് പുതുമുഖങ്ങൾക്കായിരിക്കും അവസരം. ഇപ്പം അതിൽ കൂടുതൽ നല്ല അഭിനേതാവ് ആരാ അവർക്ക് കൊടുക്കും. നല്ല അഭിനേതാവ് ആരാ അവർക്ക് കൊടുക്കും. അത് പുതുമുഖങ്ങളിൽ ഒരുപാട് പേരില്ലേ? അതെ അതെ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്, കൊടുക്കും. കേന്ദ്ര സർക്കാരാണ് തോന്നുന്നു ചില OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ ബാൻ ചെയ്യുന്നു. അതെ 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 അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം നമ്മൾ സെൻസർ ചെയ്ത് കോപ്പിറൈറ്റ് എടുത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നത്. പിന്നെ ന്യൂഡിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്തില്ല. അല്ല 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 സോഫ്റ്റ് ഫോൺ കാറ്റഗറി അതെ സോഫ്റ്റ് ഫോൺ വീഡിയോസ് മാത്രമേ. അത് തന്നെ. പിന്നെ ഞാൻ ഇറക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമുക്ക് ഈ ഒരു വീഡിയോ പോപ്കോൺ കഴിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് കാണാം. തീർച്ചയായിട്ടും കാണാം, തീർച്ചയായിട്ടും കാണാം. എനിക്കൊന്നും ഒരു മലയാള സിനിമയിലെ 1-2 പ്രമുഖ നടന്മാരെ അവിടെ വിസിറ്റ് ആരാന്ന് ഞാൻ പറയുന്നില്ല, അവിടെ വിസിറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോ സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കണ്ടിട്ടുണ്ട്, വിഷ്വൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണോ എന്നുള്ളതാ ചോദിച്ചത്. പിന്നെ അലൻസിയർ സാർ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതിന്റെ അകത്ത് ഒരു പുള്ളി നല്ല ക്യാരക്ടർ നോക്കി ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അത് ഇത്രേ ഉള്ളൂ. നീളാനമ്പ്യർ ഡയറക്ഷൻ ചെയ്യുന്നു 18+ മൂവി എന്നൊക്കെ പറയുമ്പോൾ പലതും പ്രതീക്ഷിക്കും. അതല്ല നമ്മൾ ഇട്ടിട്ടുള്ള വിഷ്വല് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനുള്ള ഉപരി സിനിമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡ്യൂറേഷൻ ഉണ്ട് 20 to 23. അലൻസിയറായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന്. ഇത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ വിമർശനങ്ങളൊക്കെ മാറും നന്നായിട്ട്? അതായത് മാറും തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും മാറും. പുള്ളി തന്നെ അത് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ചില സിനിമകളിൽ ചെയ്തത് ഇതിലും. പിന്നെ നേരത്തെ ചോദിച്ചത് എന്താ, ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് കാണാൻ പറ്റുമോ എന്നാണോ ചോദിച്ചത്. പോപ്കോൺ കണ്ടിട്ട് നമ്മൾ സാധാരണ കാണാറ് ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ടാണ്. അത് നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് കാണും എന്നുള്ളത് കൂടെ ചിന്തിച്ചിട്ട് വേണം കാണാൻ. അത് ഓരോ പാർട്ട്നേഴ്സും ഓരോ രീതിയിലാവും. ഞാനിപ്പം എൻ്റെ പാർട്ട്ണറെ കൂടെ ഇരുന്ന് കാണുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെ കാണാൻ പറ്റണമെന്നില്ല. അതെ അതെ അതെ. അപ്പോൾ തീരെ ന്യൂഡിറ്റി അല്ലെങ്കിൽ വൾഗാരിറ്റി ഇല്ല എന്നുള്ള ഇതിനകത്തില്ല. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂഡായിട്ട് ഇപ്പോൾ ഗവൺമെന്റിന്റെ കീഴിൽ നിന്നും ഒരുപാട് OTT പ്ലാറ്റ്ഫോമിന് വന്നിട്ട് ബാനായിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് വരില്ല എന്നുള്ളത് ഷുവർട്ടി ഉണ്ട്. അല്ല, ഒരു മുഖ്യധാര സിനിമയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ചേട്ടാ ഞാനൊരു കൊമേഴ്ഷ്യൽ സിനിമയിലോട്ട് പോവുകയാണ്, ഡിസ്കഷനിലൊക്കെ ഫൈനൽ സ്റ്റേജിലാണ്, ഉടനെ അനൗൺസ് ചെയ്യും, മലയാള സിനിമയിൽ തന്നെ വളരെ പ്രമുഖ നടനും ഒരു നടിയുമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് പോലെ പറഞ്ഞില്ല, അല്ലെ ഞാൻ പറഞ്ഞു അതൊന്നും ഇപ്പൊ പറയണ്ട, നമ്മള് OTT അങ്ങ് വളർത്താം. ഒന്നുകൂടെ പറയുന്നു, NMX. ഓക്കെ, അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. കണ്ടിട്ട് ഇതുപോലെ അഭിപ്രായങ്ങൾ പറയണേ. ഇല്ല, ഇനിയിപ്പോ ഷോർട്ട് നെയിം പറഞ്ഞാൽ മതി. മുകേഷ് എന്ന് വിചാരിക്കുന്നത് ഞാനിപ്പോ എന്തായാലും പുള്ളി ഇന്നാണ് അറിയുന്നത്. വലിയ കൊമേഴ്ഷ്യൽ പടം ലോഞ്ച് ചെയ്യാൻ എന്നെ വിളിക്കണം കേട്ടോ. ഇതിന് മാത്രം തീർച്ചയായിട്ടും പാർട്ണർഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യോ? ഞാൻ ബാറ് സിംഗിൾ ആയിട്ടാണ് പോകുന്നത്. വേറെ എന്തെങ്കിലും സംരംഭം ഈ പറഞ്ഞ പോലെ എന്താ ബാറോ അങ്ങനെ ഉള്ളതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാം. അല്ലാതെ ഇങ്ങോട്ടൊരു ഇത് എന്റെ ഹെഡിൽ മാത്രം ഇരിക്കട്ടെ. ഇത് വളരെ ഞാൻ പറയില്ലേ, പരിചയപ്പെട്ടുള്ള വളരെ അടുത്ത നല്ല സുഹൃത്തുക്കളാണ്. നമ്മൾ റീൽ ചെയ്യുന്നു, ആ റീൽ ചെയ്തതോടുകൂടി ആ സൗഹൃദം എൻഡ് ചെയ്തതുമില്ല. നമ്മൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്.
കാര്യം ഇപ്പൊ ഈ ഒരു സംഭവം വന്നപ്പോൾ എന്നെ വിളിച്ചു, എനിക്ക് വലിയ സന്തോഷം. നമ്മളെ ഒരു ബന്ധം എങ്ങനെ നന്നായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതെ അതെ തീർച്ചയായിട്ടും. എന്നെ വലിയ കാര്യമാണ്. ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഷൂട്ടിന് മുമ്പ് ഇതുപോലെ വിളിച്ചിരുന്നു, അന്ന് വരാൻ പറ്റില്ല അല്ലേ? ലൊക്കേഷനിൽ പോകാൻ പറ്റില്ല. ഇല്ല വന്നിട്ടില്ല. അലൻസിയർ സാറിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പുള്ളിയെ അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല. ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റില്ല. അത് തന്നെ തീർച്ചയായിട്ടും ഇതിനകത്തും കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പുള്ളി എങ്ങനെ ഇപ്പൊ ഞാൻ കൊടുക്കുന്ന മാത്രമല്ലല്ലോ, ഇപ്പോൾ ആർക്കാണെങ്കിലും ഇപ്പോൾ ഇതിൽ നിങ്ങൾക്കാണെങ്കിലും ഇന്നൊരു ക്യാരക്ടർ ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും കൂടെ അത് ഓക്കെ ആവണ്ടേ. ചില ക്യാരക്ടർ സ്ക്രിപ്റ്റ് കേട്ടാൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വന്ന് ചെയ്യും, അത് അത്രേ ഉള്ളൂ. ചായ കുടിച്ച് നമ്മൾ ഇത് ലോഞ്ചിങ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ഇതിൽ സ്വിച്ച് ഓൺ ചെയ്താൽ മതിയാ? എങ്ങനെ മോനെ എന്റെ ടെക്നോളജിയാ? അതെ, എങ്ങനെയാ യന്ത്രം പ്രവർത്തിക്കാനുള്ള റിമോട്ട്? യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള റിമോട്ട് ഒന്നും ഐശ്വര്യ എല്ലാമാണ് ഇഷ്ടപ്പെട്ടെന്നാണ്. അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഏതൊക്കെ ചാനൽസ് അല്ലേ? തീർച്ചയായിട്ടും എവിടെയെങ്കിലും മാറിയിരുന്നൊന്ന് പങ്കാളിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും.